ഈ വീഡിയോ ഒരിക്കലും നിങ്ങൾ തട്ടി മാറ്റി പോകരുത് കേട്ടോ. പ്രത്യേകിച്ചും സ്ത്രീകൾ ഇത് കേട്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. കാരണം നമ്മുടെ ജാസി താത്ത ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന ചില ചോദ്യങ്ങൾ, അങ്ങോട്ടേക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ വല്ലാത്തൊരു സംഭവം കേട്ടോ. പ്രതികരിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഉമ്മാക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതിന്റെ മകന് ഒരു ട്രാൻസ് വുമനെ കല്യാണം കഴിക്കുന്നത് ആ ഉമ്മാക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല. ഇനി കാലങ്ങൾ കടന്നു പോകും, ചിലപ്പോൾ ഇനിയും അക്സെപ്റ്റേഷനും കാര്യങ്ങളും വരും. ഇപ്പം ഇപ്പോഴും ഞങ്ങൾ ഒരുപാട് പേര് ഇപ്പോഴും കുറേയൊക്കെ സ്ഥലത്ത് ഇപ്പോഴും അവഗണനയും അല്ലെങ്കിൽ മാറ്റി നിർത്തലൊക്കെ എടുക്കുന്ന ഒരു ജെൻഡറിന് തന്നെയാണല്ലോ ഈ പറയുന്നത് ഞങ്ങളത്. ഇപ്പം കുറേ സ്ഥലത്തൊക്കെ ഇപ്പോഴും നല്ല അക്സെപ്റ്റേഷൻ കിട്ടുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ ട്രാൻസ് വുമണായ പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ വരുന്ന ആൾക്കാരുണ്ട്. നല്ല നല്ല പൊസിഷനിലുള്ള ആൾക്കാർ, നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം മാറ്റങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പം ഇനി മാറുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. പക്ഷേ ഇപ്പം റീസെന്റ് തന്നെ ജാസി ഉമ്മയ്ക്ക് എഗെയിൻസ്റ്റ് ഒരു കൂടോത്രം എന്നുള്ള രീതിയിൽ ഒരു ന്യൂസ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. അതെന്താണ് സംഭവം? അത് ഉമ്മാക്കുള്ള കൂടോത്രം എന്നല്ല, അത് സംഭവം എന്താണ്, ഞാൻ തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ആഷിയും ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ ഉസ്താദിനോട് ചോദിച്ചതാണ് ഇങ്ങനെ. അത് ഞാൻ സത്യസന്ധമായിട്ട് തന്നെ പറഞ്ഞത്. ഞാൻ അങ്ങനെ ചോദിച്ചത് തന്നെ എൻ്റെ വോയിസ് തന്നെയാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ, ഉസ്താദ് ഇങ്ങനെ ഞാനും ആഷി തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളാണ്. അതിപ്പോ ഞാനെന്നല്ല, എൻ്റെ സ്ഥാനത്ത് വേറെ ഏതൊരു ആൾക്കാരായാലും ചിലപ്പോൾ ഭഗവാനോട് ചോദിക്കും, പടച്ചറബിനോട് ചോദിക്കും. അതും ഇല്ലെങ്കിൽ എത്രയോ ആൾക്കാർ ഇങ്ങനെ ഈ അമ്പലത്തിൽ പോകുന്നുണ്ട്, മുതലെടുത്തൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അതേപോലെ ഞാനും ചെയ്തേ. പക്ഷെ ജാസി, എനിക്കുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, നമുക്കൊരാൾ നമ്മളെ വേണ്ടാന്ന് പറഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ അവരോട് നമ്മൾ ഇങ്ങനെ ഒരു കൂടോത്രം എന്നുള്ള കാര്യം ചെയ്തിട്ട് വാങ്ങേണ്ടതാണോ സ്നേഹം? അതല്ല, എന്താണെന്നറിയോ, ഞാൻ ചോദിച്ചത് എന്നോട് സ്നേഹം കുറയോ ഇനി ഞങ്ങൾ തമ്മിൽ പിരിയോ, അതാണ് ചോദിച്ചത്. അതായത് കൂടോത്രം ചെയ്തിട്ട് ആശിനെ ഞാൻ സ്വന്തമാക്കിയെന്നല്ല. പിന്നെ അതിൻ്റെ ഒക്കെ ഉപരി ഇതൊക്കെ ചെയ്യുമ്പോഴും എൻ്റെ ഒരു മൈൻഡ് നിങ്ങൾ ഒന്ന് ആലോചിക്കണം. ഞാൻ അത്രമേൽ അയാളെ സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് ഇപ്പോൾ പല ഫ്രണ്ട്സും പറയാറുണ്ട്, എന്തൊക്കെ ആയാലും ഒരാൾക്കൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം വീണ്ടും അയാൾക്ക് ആ ഒരു ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ അയാൾ വീണ്ടും നിങ്ങൾ ചതിക്കില്ല എന്നൊക്കെ പല ഫ്രണ്ട്സും പല ആൾക്കാരും എന്നോട് മെസ്സേജിലൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഞാൻ അത്രമേൽ സ്നേഹിച്ച ആളെ വിട്ടുകൊടുക്കാൻ, അല്ലെങ്കിൽ അത് മനസ്സിൽ അയാളെ പറിച്ച് മാറ്റാനൊരു തോന്നൽ എനിക്ക് വന്നില്ല. കാരണം അത്രമേൽ ഞാൻ അയാളെ സ്നേഹിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം എനിക്ക് വിശ്വാസമാണ്. കാരണം ഇപ്പോൾ ഒത്തിരി മീഡിയസിന് മുമ്പിലാണെങ്കിലും ചാനലിന് മുമ്പിലാണെങ്കിലും ഒക്കെ അയാളെ എൻ്റെ കൈ പിടിച്ച് നടക്കലും എല്ലാം ഉള്ളതുകൊണ്ട് എനിക്ക് അറിയാം ഇനി എന്നെ വിട്ടു പോകില്ല എന്നുള്ളത്. ഒരു കൈ പിടിക്കലും മാത്രമാണ് ഈ സ്നേഹം അല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എങ്കിൽ പോലും നമുക്കൊരു ഫീൽ മനസ്സിലാവുമല്ലോ. പിന്നെ അയാൾക്ക് നല്ല കുറ്റബോധമുണ്ട്. ആഷിക്ക് ചെയ്തതിൽ ഭയങ്കര കുറ്റബോധമുള്ള ഒരു വ്യക്തിയാണ്. സ്റ്റിൽ ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞങ്ങൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് ആ ഒരു വ്യക്തിയുടെ പേര് വരുമ്പോൾ തന്നെ പറയും, ദയവ് ചെയ്തത് പറയരുത്. പറയുമ്പോൾ നമുക്ക് ഒരു നെഗറ്റീവ് ഫീലാണ്. അപ്പം അതുകൊണ്ട് അത് വേണ്ട എന്ന് പറയും. അപ്പം അതുകൊണ്ട് ഞങ്ങളത്, പിന്നെ ഒന്നാമത് കഴിഞ്ഞ വിഷയങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യങ്ങൾ ഞങ്ങൾക്കുമില്ല. ഇപ്പം ഞാൻ എവിടെ ആ പേര് കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. അപ്പം അത് കഴിഞ്ഞൊരു ചാപ്റ്ററാണ്. അത് അങ്ങനെയാ പോട്ടെ ക്ലോസ് ചെയ്തിട്ടുണ്ടെന്ന് വിട്ടു. പക്ഷെ എങ്കിലും ജാസി അഷിയെ ഉപദ്രവിച്ചിട്ട് അഷിയുടെ ഫേസിൽ കുറച്ച് നല്ല രീതിയിൽ എന്തൊക്കെയോ പാടുകളൊക്കെ വെച്ചിട്ട് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരാളോട് അന്ധമായിട്ടൊരു ഇഷ്ടം, അല്ലെങ്കിൽ നമുക്ക് ഡീപ്പായിട്ട് ഒരാളുടെ ഇഷ്ടം ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ഉപദ്രവിക്കാൻ തോന്നുന്നു. അപ്പോൾ എൻ്റെ മുഖത്ത് പാടുമുള് കണ്ടില്ലായിരുന്നോ? എൻ്റെ മുഖത്തുണ്ടായിരുന്നു. കാരണം ഈവൻ ആഷിനെക്കാട്ടിയും പാട് എൻ്റെ മുഖത്തായിരുന്നു. കാരണം ഞാൻ ആഷി പിന്നെ 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒറ്റ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് കുറച്ച് നല്ല വൈറലായിരുന്നു. കാരണം ആ വീഡിയോസ് ചെയ്തതിൽ എനിക്ക് ഇപ്പോൾ ആലോചിക്കുമ്പോൾ നല്ലോണം കുറ്റബോധമുണ്ട്. കാരണം സ്റ്റിൽ ആഷി എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ആ സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഗൈഡ് ചെയ്ത് തരാനുള്ളൊരു ഒരാളും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാമത് എനിക്ക് ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്കൊരു ഓർമ്മ ഉണ്ടായിരുന്നില്ല. ഞാനത് കാരണം എനിക്ക് അത്രമേൽ ഇത് ഹേർട്ടായി. കാരണം എൻ്റെ ഇഷ്ടപ്പെടുന്ന വേറൊരാൾക്ക് ബെഡ് സ്പേസ് കൊടുത്തെന്ന് ഞാൻ അറിയുമ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ ഒരു ഫീലാണ്. അത് എന്നെപ്പോലെ ചെറിയ അന്ധമായി പാർട്ട്ണറെ സ്നേഹിക്കുന്ന ആരായാലും അങ്ങനെ തന്നെയൊക്കെ ചെയ്തു പോവുള്ളൂ. ഇപ്പം നമ്മൾ ഒരുപാട് വീഡിയോസ് പലരും കാണുന്നതല്ലേ. അപ്പോൾ എനിക്കും അത് ആ സമയത്ത് എനിക്ക് അങ്ങനെ ചെയ്യാനാണ് തോന്നിയത്. പിന്നെ ആഷിനെ ഉപദ്രവിച്ചിട്ടില്ല ഉള്ളത്. ഞാൻ ആഷിനെ മാന്തി പിന്നെ കാരണം ആഷി അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണാണ്. എനിക്ക് ഒരിക്കലും ആഷിനെ എന്താ പറയുക ഇടിച്ച് ഇതാക്കാൻ പറ്റത്തില്ല. ആഷിയുടെ കൈ കൊണ്ട് ഒരു പഞ്ച് കിട്ടിയപ്പോൾ തന്നെ ഞാനത് അവിടെ നിർത്തി. കാരണം എൻ്റെ ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ മാന്തി ഒരു കടിയും കടിച്ചു, അങ്ങനെ ഉണ്ടായിരുന്നത്. അത് എനിക്ക് ആ സമയത്ത് എൻ്റെ മൈൻഡ് അങ്ങനെയായിരുന്നു. നിങ്ങളതായുള്ള ഒരു പേഴ്സണൽ സ്പേസിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലൂടെ സ്പ്രെഡ് ചെയ്തിട്ട്? അതാ ഞാൻ പറഞ്ഞത്, എനിക്കത് ആ സമയത്ത് എന്നെ ഗൈഡ് ചെയ്യാൻ ഒരു ആളുണ്ടായിരുന്നില്ല. പിന്നെ സെക്കൻഡ്, എൻ്റെ ലൈഫ് ബ്ലാങ്ക് ആയി അവിടെ. കാരണം ത്രൂ ഔട്ട് ഹാപ്പി ആയിട്ട് പോകുന്ന എൻ്റെ ലൈഫിൽ ഇങ്ങനൊരു ആൾ വന്നിട്ടുണ്ടാക്കിയ പ്രശ്നങ്ങൾ ഞാൻ അതോടെ സ്റ്റെക്കോണായി. നെക്സ്റ്റ് എന്തെന്നുള്ള ചിന്തിക്കാനുള്ള ഒരു മൈൻഡ് എനിക്ക് ഇല്ലാണ്ടായിപ്പോയി. കാരണം ഞാൻ വിചാരിച്ചത് എൻ്റെ ലൈഫ് തീർന്ന്. കാരണം ഞാൻ അത്രയും
ഡിപ്പെൻഡ് ആയിരുന്നു ആക്ഷൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിൻ്റെ അടുത്ത്. കാരണം എനിക്ക് പേഴ്സണലി എനിക്ക് ഇപ്പോൾ എവിടെയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് എവിടെയും പോകത്തില്ല. എൻ്റെ ഫ്രണ്ട്സിലൊക്കെ എല്ലാവർക്കും അറിയാം. എനിക്ക് എപ്പോഴും ഒരാളെ ഞാൻ ഡിപ്പെൻഡ് ചെയ്യും. കാരണം അത് അറിയില്ല എനിക്ക് എങ്ങനെയാണെന്നുള്ളത്. അത് ചെറുപ്പം മുതലേ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു എന്താ പറയുക വേ. അപ്പോൾ പെട്ടെന്ന് ആ ഒരു വ്യക്തി നാളെ മുതൽ ഇല്ലയെന്ന് അറിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫ്രസ്ട്രേഷനാണ് ഞാൻ അത് അവിടെ തീർത്തത്. പിന്നെ അത് കഴിഞ്ഞ് അവനക്ക് സത്യങ്ങൾ ബോധ്യമായി, എന്താണ് സത്യം ഏതാണ് നല്ലതെന്ന് മനസ്സിലായപ്പോൾ അവൻ അഫ്കോഴ്സ് എൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. ബ്രേക്കപ്പ് തന്നെയായിരുന്നു ഞങ്ങൾ. പിന്നെ അവൻ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തു, കാണണമെന്ന് പറഞ്ഞു, കണ്ടു, സംസാരിച്ചു, കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോഴാണ് പിന്നെ എല്ലാം ഓക്കെ ആയത്. ജാസിക്ക് ഏതൊരു പോയിന്റിലാണ് ഞാൻ ഒരാണല്ല എനിക്ക് പെണ്ണാണ് എന്നുള്ള ഒരു റിയലൈസേഷൻ വന്ന പോയിന്റ്? എനിക്കത് ചെറുപ്പത്തിലേ ഉണ്ട്, പക്ഷെ എനിക്ക് തുറന്നു പറയാൻ പേടിയായിരുന്നു. കാരണം എനിക്ക് എൻ്റെ 2 തതമാരാണ്, അവരെ ഭാവി നോക്കണം. പിന്നെ എന്താണ് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാവോ? കാരണം ആ സമയത്ത് ഞാൻ കാണുമ്പോൾ എന്നെ പോലുള്ള വേറൊരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴല്ല കമ്മ്യൂണിറ്റിയിലൊക്കെ നമുക്ക് ബന്ധമുള്ളൂ. ആ സമയത്ത് ഞാൻ വിചാരിച്ചത് അയ്യോ എന്നെ പോലെ ലൈഫിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചത്. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു അയ്യോ ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് പറയുക? കാരണം ഉമ്മാക്ക് പിന്നെയും നമ്മളെ മനസ്സിലാവും. കാരണം നമ്മളെ പേരൻസിന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഒരു മാറ്റം വരുമ്പോൾ നമ്മളെ അമ്മമാർക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഉപ്പാനോട് പിന്നെ ഉപ്പാൻ്റെ ഫ്രണ്ട്സുകൾ ചോദിക്കാൻ തുടങ്ങി, ഇതെന്താ നിന്റെ മോന് പെണ്ണുങ്ങളെ പോലെ പെൺകുട്ടികളെ പോലെ കൂടെ പോകണം സ്കൂളിലേക്ക്, അവൻ കണ്ണെഴുതുന്നത് അങ്ങനെ. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ വന്ന് ഉപ്പ ചീത്ത പറയും, നല്ലോണം അടിയും കിട്ടിയിട്ടൊക്കെ ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ എങ്കിൽ പോലും അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അയ്യോ അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സീനാവില്ലേ. പിന്നെ എൻ്റെ ചേച്ചിമാരുടെ ലൈഫ് എനിക്ക് നോക്കണം. കാരണം ഞാൻ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ അവരുടെ ലൈഫ് എന്തായിരിക്കും എന്നുള്ളൊരു സാമാന്യ അത് ചിന്തിക്കാനുള്ളൊരു ബുദ്ധി അന്ന് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് പറയാൻ എൻ്റെ ഐഡന്റിറ്റി ഇതാണ്, അല്ലെങ്കിൽ ഞാനൊരു പുരുഷ ശരീരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സ്ത്രീയാണ് എന്ന് തുറന്നു പറയാൻ ഭയങ്കര പേടിയായിരുന്നു. ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ കഴിഞ്ഞിട്ട്. അപ്പോൾ ഉമ്മ പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പോവാം, ചികിത്സ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഞാൻ പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ജാസി ഒരു പെണ്ണാണെന്നുള്ള റിയലൈസേഷൻ സ്കൂളിങ് തൊട്ടേ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ജാസി ഒരു കല്യാണം കഴിച്ചു. അപ്പോൾ യൂഷ്വലി എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, അങ്ങനെ ഒരു മുന്നേ ഒരു ധാരണയുള്ള ഒരാൾ എന്തുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം? അതിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ കുറേ ഇതേപോലെ ട്രാൻസിൽ കുറേ ആൾക്കാർ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളായിട്ടും എനിക്ക് കുട്ടികളില്ല, കല്യാണം കഴിഞ്ഞിട്ട് ട്രാൻസിലേക്ക് മാറിയ വ്യക്തികളുണ്ട്, കുട്ടികളായിട്ട് ട്രാൻസിലേക്ക് മാറിയ വ്യക്തികളുണ്ട്, സ്ത്രീയായി മാറിയ വ്യക്തികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് പൊതുവേ വരുന്നൊരു ക്വസ്റ്റ്യൻസ് ആണിത്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് നിങ്ങൾക്ക് അറിഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ വേറൊരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചു എന്നുള്ളത് സിറ്റുവേഷൻസ് ആണ്. ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് എനിക്ക് പറയാൻ പേടിയായിരുന്നു. അപ്പോൾ നമുക്ക് ഓഫ്കോഴ്സ് നമ്മൾ ആ ഒരു കല്യാണപ്രായം ആകുമ്പോൾ ഓഫ്കോഴ്സ് നമ്മുടെ വീട്ടിൽ കല്യാണം അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴും സ്റ്റിൽ എനിക്ക് പേടിയായിരുന്നു, സമൂഹത്തെ പേടിയായിരുന്നു, വീട്ടുകാരെ പേടിയായിരുന്നു, അച്ഛനെ പേടിയായിരുന്നു, അച്ഛൻ്റെ ഏട്ടന്മാരെ പേടിയായിരുന്നു. എനിക്ക് എല്ലാം കൊണ്ടും പേടിയായിരുന്നു, തുറന്ന് പറയാൻ എനിക്ക് പേടിയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഓക്കെ ഇന്ന് എന്താ ലൈഫ് എന്നോടത്ത് വെച്ച് കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ വേറൊരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചത്. പിന്നെ കല്യാണം കഴിച്ചപ്പോഴാണ് കൂടുതൽ നമുക്ക് മനസ്സിലായത് നമുക്ക് ഒട്ടും പറ്റത്തില്ല എന്ന്. ആ ഒരു ലൈഫിൽ നമുക്ക് ഒരു സ്ത്രീയോട് ഒരു തരത്തിലും ഒരു പെർസെൻറ്റേജ് പോലും നമുക്ക് ഒരു തരത്തിലും ഒരു വികാരമോ അല്ലെങ്കിൽ ഒരു അട്രാക്ഷനോ തോന്നില്ല എന്ന് പിന്നീടാണ് മനസ്സിലായത്. അപ്പോഴും ഞാനിങ്ങനെ ഓരോന്ന് പഠിക്കായിരുന്നു. ഇല്ല ചിലപ്പോൾ സാധിക്കും, പറ്റും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആണെങ്കിലും കുറേ ഫ്രണ്ട്സിലെ ഇതൊക്കെ എല്ലാ ഇത് ആണുങ്ങൾക്കും ചിലപ്പോൾ ഫസ്റ്റ് നൈറ്റിൽ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഉള്ള ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് എല്ലാവർക്കും സ്വാഭാവികമായി, നിനക്ക് മാത്രമല്ല എന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ട്സ് ഇങ്ങനെ പറയുമ്പോൾ ഓക്കെ ഇന്ന ലൈഫ് ഒന്നുകൂടെ ഓക്കെ പക്ഷെ നമുക്ക് ഒട്ടും പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ അത് തുറന്നു പറയാൻ. എത്ര കാലത്തെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ആ ഒരു ഫാമിലി? 1 month ഉണ്ടായിരുന്നുള്ളൂ. കല്യാണം കഴിഞ്ഞ് നിക്കാഹ് കഴിഞ്ഞിട്ട് ഞാൻ ദുബായിലേക്ക് പോയി. അത് കഴിഞ്ഞ് വന്ന് കല്യാണം കഴിഞ്ഞിട്ട് ഒരു 1 month മാത്രം ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ 1 month കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീണ്ടും UAE പോയി. എൻ്റെ ഉപ്പ മരണമായിട്ടാണ് പിന്നെ റിട്ടേൺ വരുന്നത്. ഉപ്പാൻ്റെ ഒരു 40 ആയപ്പോൾ തന്നെ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞിട്ട് ഞങ്ങൾ വേറെ പിരിയാണ് ചെയ്തത്. ഉപ്പ മരിച്ച ശേഷമാണോ? ഉപ്പ മരിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഐഡന്റിറ്റി ഇതാണെന്നുള്ളത് ഞാൻ തുറന്ന് പറഞ്ഞത്. ഉപ്പനെ ആയിരുന്നോ പേടിയുണ്ടായിരുന്നത്? ഉപ്പാനെ പേടി മീൻസ് ഒരു ബഹുമാനത്തിന് പേടി ഉണ്ടായിരുന്നു അഫ്കോഴ്സ്. പിന്നെ എന്താണ് ഞാൻ മലപ്പുറത്തൊക്കെ പറയുമ്പോൾ ഉപ്പമാർ കുറച്ച് സ്ട്രിക്റ്റ് തന്നെ ആയിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും ഉപ്പ എന്ന് പറയുമ്പോൾ നമുക്ക് കാരണം എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 8 മണി എന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിലുണ്ടാവും. കാരണം 8 മണിക്ക് ഉപ്പ വീട്ടിലെത്തും. അപ്പം അതിന് മുമ്പ് കാലം കഴുകി നിസ്കരിച്ച് സ്കൂളിൽ അല്ലെങ്കിൽ മദ്രസയിലെ പുസ്തകങ്ങൾ പഠിക്കണം എന്നുള്ളത് നമുക്ക് ഓൾറെഡി ഉള്ളൊരു കാര്യം. അപ്പം അത് ആ ഒരു കറക്റ്റ് ടൈം ആകുമ്പോൾ വീട്ടിലുണ്ടാവും. അത് ഉപ്പാനുള്ളൊരു ഭയമല്ല എന്നൊരു ബഹുമാനത്തിന്റെ രീതിയിലുള്ള പേടി. അപ്പൊ അതുണ്ടായിരുന്നു എനിക്ക്, ഓഫ് കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ മരണപ്പെട്ടതിന് ശേഷമാണ് പിന്നെ എൻ്റെ ലൈഫ് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഓൾറെഡി ഇങ്ങനെ എനിക്ക് പറ്റൂല, നീ വേണമെങ്കിൽ നിന്റെ വീട്ടിൽ പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നല്ല രീതിയിൽ മ്യൂച്വലായിട്ട് അവർക്ക് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ പിന്നെ മ്യൂച്വലായിട്ട്. ആ ഒരു പ്രായം ജാസിയുടെ ആ
ഡിവോഴ്സിന്റെ ടൈം ആകുമ്പോഴേക്ക് സിസ്റ്ററൊക്കെ കല്യാണം കഴിഞ്ഞ് സെറ്റിൽ ആയിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും കല്യാണം കഴിഞ്ഞു. എല്ലാവരും കല്യാണം കഴിഞ്ഞാണ് എൻ്റെ കല്യാണം ഉണ്ടായത്. അപ്പോൾ അവരൊക്കെ സെറ്റിൽഡ് ആയിരുന്നു. പക്ഷേ ഇപ്പോഴും സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് ഒന്നും ഇപ്പോഴും എന്നെ കോൺടാക്ട് കാര്യങ്ങളൊന്നുമില്ല. മൂത്ത ചേച്ചിയുടെ ഹസ്ബൻഡ് ഒന്നും കോൺടാക്ട് ഇല്ല. ഇപ്പോഴും എന്നെ ഇഷ്ടമൊന്നും അല്ല അവർക്ക്. അങ്ങനെ ചേച്ചിയുടെ കോൺടാക്റ്റ് ഒക്കെ ഉണ്ട്. അവരെ വീട്ടുമാരായിട്ടൊന്നും എന്ത് ബന്ധമൊന്നുമില്ല, കോൺടാക്റ്റ് ഒന്നുമില്ല. ജെൻഡർ മാറുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് ജാസി പറഞ്ഞു എനിക്ക് പേടിയാണ്, ഞാൻ മാറില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, അതങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ജെൻഡർ മാറുമെന്ന് ചോദിച്ചപ്പോൾ ജെൻഡർ മാറുമെന്നില്ല, ഓപ്പറേഷൻ ചെയ്യുമെന്നാണ് ചോദിച്ചത്. അതായത് എനിക്ക് പേഴ്സണലി ഇപ്പോഴും എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് ശരീരം കീറി മുറുക്കുന്ന രീതിയിലുള്ള എല്ലാം പേടിയാണ്. എന്തിനേറെ ഒരു ഇഞ്ചക്ഷൻ കുത്തുന്ന ഇറക്കം എനിക്ക് പേടിയാണ്. അപ്പം അതിൻ്റെ താഴത്ത് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യും ഇഞ്ചക്ഷൻ കുത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല, വേറെ സ്ഥലത്ത് തന്നെ കയറുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല എന്നുള്ളത്. ഞാൻ പച്ചക്കന്നെ പറയാം കേട്ടോ. അത് എനിക്കറിയില്ല. എനിക്ക് ഇഞ്ചക്ഷൻ വെക്കുന്നത് ഇപ്പോഴും സ്റ്റിൽ പേടിയാണ്. ഇപ്പോൾ ലാസ്റ്റ് ഞാനിപ്പോൾ നമ്മുടെ എന്താണ് ഞാനിപ്പോൾ അതിൻ്റെ ഒരു മറുപടിയിലേക്ക് വരികയാണ്. ഞാനിപ്പോൾ ആൾക്കാർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണാണോ പെണ്ണാണോ മറ്റത് മറ്റതാണോ അല്ലെങ്കിൽ എന്തിലാണ് നിൽക്കുന്നത് എന്നുള്ളത്. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് വരുന്നത് ജാസി ആണുങ്ങളെ മൂത്രപ്പേരയിൽ പോവോ പെണ്ണുങ്ങളെ മൂത്രപ്പേരയിൽ പോവോ അത് വേറെയുള്ള ആൾക്കാരെ മൂത്രപ്പേരയിൽ പോകും എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് എനിക്ക് വരാറുണ്ട്. ഞാൻ ക്വസ്റ്റ്യൻസ് എല്ലാം ഈ കമൻസുകളെല്ലാം കാണുന്നൊരു വ്യക്തിയാണ്. ഇപ്പോൾ എനിക്ക് എൻ്റെ ട്രാൻസ്ജെൻഡർ ID കാർഡിന് അപേക്ഷ കൊടുത്ത് എനിക്കിപ്പോൾ ഒരു ആഴ്ചനുള്ളിൽ എൻ്റെ ട്രാൻസ്ജെൻഡർ ID കാർഡ് എനിക്ക് കയ്യിൽ കിട്ടും. പിന്നെ ഓൾറെഡി ഞാൻ ഇപ്പോൾ ഈ ലേറ്റായിട്ട് എടുക്കാൻ കാരണം ഞാൻ ദുബായിലായിരുന്നു. അഫ്കോഴ്സ് ദുബായിൽ ഒരിക്കലും ട്രാൻസ് അലൗഡ് അല്ല. അപ്പോൾ എനിക്ക് ആ ഒരു ഐഡൻറ്റിറ്റിയിൽ എനിക്ക് അവിടെ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കുടുംബത്തിനെ നോക്കാനോ പറ്റില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നാട്ടിലെത്തിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റിയും എൻ്റെ ഉപ്പ മരിച്ച ശേഷം എൻ്റെ ഐഡൻറ്റിറ്റി ഡിക്ലെയർ ചെയ്യുന്നതും പിന്നെ ഞാൻ ഓൾറെഡി ഇപ്പോൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നതും ഒക്കെ ഇപ്പോഴാണ്. അപ്പോൾ എൻ്റെ ID കാർഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാം. അപ്പോൾ ഈ ഐഡന്റിറ്റി കാർഡ് കിട്ടണമെങ്കിൽ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത ശേഷമാണ് ഇത് കിട്ടുന്നത്? അല്ല, നമ്മുടെ ഇപ്പോൾ മോള് പറയാണ് ഞാൻ ഒരു എന്താ പറയുക എൻ്റെ ഉള്ളിൽ ഒരു ആൺകുട്ടിയാണ് ഉള്ളത്, ഞാനൊരു പെണ്ണല്ല, ഒരു ആണാണ്. അത് മോള് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് മോളുടെ ഐഡന്റിറ്റി അല്ലേ. ഇപ്പം ഞാൻ പറയാണ് ഞാനൊരു ആൺകുട്ടിയല്ല, ഞാനൊരു പെണ്ണാവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, ഞാനൊരു പെൺകുട്ടിയാണ്. അപ്പം അതാണ് എൻ്റെ ഐഡൻറ്റിറ്റി. ഞാനൊരു സ്ത്രീ ആവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ ഒരു ആണ് ഒരിക്കലും വന്ന് സാരി എടുത്താൽ കമ്മലിട്ട് മേക്കപ്പ് ഇട്ട് ഇരിക്കില്ലല്ലോ. അത് അവന് ഒരു ഉള്ളിലൊരു പെണ്ണത്വം ഒരു സ്ത്രീത്വം ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഒരു പെണ്ണുങ്ങളുടെ ഒരു ചായ്വ് ഉള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനാണെങ്കിലും ഇപ്പോൾ ഒരു പെണ്ണാവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി എൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. പല ആൾക്കാർ പറയുന്നത് ജാസി വേഷം കെട്ടി നടക്കല്ലേ. പക്ഷെ ജാസി ഇതിൽ എനിക്ക് ഒപ്പോസ് ചെയ്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ യൂഷ്വലി ഈ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ആദ്യം ഞാൻ പേര് പറയുന്നില്ല, ചില ആൾക്കാർ ഗേ ആയിട്ട് നിൽക്കും. ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ ഞാൻ ഗേ അല്ല, ഞാൻ പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് ജെൻഡർ മാറുന്നു. ഇങ്ങനെ ഒരു സംഭവം നിങ്ങളെ കമ്മ്യൂണിറ്റിയിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതൊരു രീതിയിൽ നോക്കുമ്പോൾ ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും സോഷ്യൽ മീഡിയാസിൽ ഒരു ഇടം നേടാൻ വേണ്ടി ചെയ്യുന്നതാണോ? എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഇതറിയില്ല. ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഗേ ആയിട്ട് ഒരിക്കലും ഐഡൻറ്റിറ്റി ആയിട്ട് പറഞ്ഞിട്ടില്ല. സ്റ്റിൽ ഞാൻ ആശുവും തമ്മിൽ ദുബായിൽ നിന്ന് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഞാൻ താടി വെച്ചിട്ട് വീഡിയോസ് ചെയ്യും. ഞങ്ങൾ പാർട്ട്നേഴ്സ് ആയിരുന്നു. ലൈക്ക് ഗേ പാർട്ട്നേഴ്സ് ആണോ അത് അത് ആൾക്കാർ കാണുന്ന ആൾക്കാർക്കാണ് വിലയിരുത്തേണ്ടത്. ആ സമയത്ത് ഞാൻ എൻ്റെ ഉള്ളിൽ ഞാൻ പെൺകുട്ടിയായിട്ട് തന്നെ ഞാൻ വിചാരിച്ചിട്ടുള്ളത്. എനിക്ക് ദുബായിൽ നിന്ന് വന്നതിന് ശേഷമാണ്, കാരണം എനിക്ക് അവിടെ നിൽക്കുമ്പോൾ താടി വെക്കണം. കാരണം താടി വെക്കാണ്ട് കണ്ണെഴുതി ഇതേപോലെ ഒരിക്കലും UAE നടക്കാൻ പറ്റില്ല. അപ്പോൾ താടി സത്യം പറഞ്ഞാൽ എനിക്ക് ആ സമയത്ത് ഒരു രക്ഷാ കവചം തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് എത്തിയതിന് ശേഷമാണ് ഞാൻ ഫുൾ ട്രീറ്റ്മെന്റ് അവിടെ ദുബായിൽ നിന്ന് ഞാൻ ലേസർ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയാണ്. ഇവിടെ എത്തിയതിന് ശേഷമാണ് ഞാൻ ഹോർമോണും ലേസറും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയതും. ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് എല്ലാ കാര്യവും കൃത്യമായിട്ട് ചെയ്യുന്നതും നാട്ടിൽ വന്നതിന് ശേഷമാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ ID കാർഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് ID കാർഡ് എല്ലാം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ എല്ലാ അപേക്ഷ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് വേണ്ടി സ്റ്റിൽ വെയിറ്റിംഗ് ആണ് ഞാൻ. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയിൽ ഇപ്പം ജാസിക്ക് ഒരു കോമൺ ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ? അങ്ങനെ ഏതെങ്കിലും കോൺടാക്ട്? എനിക്ക് കമ്മ്യൂണിറ്റിയിൽ കോമൺ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റിൽ എനിക്ക് അങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ എന്ന് പറയാൻ എനിക്ക് അങ്ങനെ ഒരുപാട് പേരൊന്നുമില്ല. പണ്ട് ഞാൻ ഒരുപാട് പേര് പല ഇന്റർവ്യൂവിലും ഞാൻ പല ആൾക്കാരെ പേരും പറയുമായിരുന്നു. ഇപ്പം അവരൊന്നും എൻ്റെ നല്ല ഫ്രണ്ട്സുകളല്ല. അത് എനിക്കറിയില്ല. ഇത് ഞാൻ എല്ലാവരും ഉൾപ്പെടുത്തി പറയുന്നതല്ല. ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ ഒരാൾ കുറച്ച് വളർന്നു വരുമ്പോൾ അവരെ പേഴ്സണലായിട്ട് അവരെ താഴോട്ട് പിടിച്ച് വലിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടല്ല ഞാൻ പറയുന്നത്, ഞാൻ എപ്പോഴും പറയുകയാണ്. നല്ല ആൾക്കാരുണ്ട്, നല്ല ജെന്യുവിനായിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്, നല്ല ഫ്രണ്ട്സ് എന്താ പറയുക നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ എന്നാലും ഇതിൻ്റെ ഉള്ളിൽ ഒരാൾ നന്നാവരുത് അല്ലെങ്കിൽ അയാൾ നന്നാവാൻ എനിക്ക് ഇഷ്ടമല്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഉണ്ട്. അതെനിക്ക് മനസ്സിലാവാൻ കാരണം ഞാനിപ്പോൾ സ്റ്റിൽ നാട്ടിൽ നിൽക്കുന്നതുകൊണ്ടാണ്.
പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ട്രാൻസിൻ്റെ ID കാർഡിനൊക്കെ വേണ്ടിയിട്ട് എൻ്റെ കൂടെ ഫുൾ ടൈം വെയിലില്ല മഴയില്ല എൻ്റെ കൂടെ ഫുൾ ടൈം എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ നിന്നത് എൻ്റെ ഫ്രണ്ട് പാറു ഹീനയാണ്. അപ്പോൾ അവളൊക്കെ വളരെ ജെന്യൂൻ ആയിട്ടുള്ള വ്യക്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അവൾക്ക് ഒരു ബെനിഫിറ്റും ഇല്ല. എൻ്റെ കൂടെ അത്രയും ദൂരത്തേക്ക് അങ്ങോട്ട് വരുന്നു ഇങ്ങോട്ട് വരുന്നു, എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അപ്പോൾ അതാ പറഞ്ഞത്, നല്ല ജെന്യൂനായിട്ട് നിൽക്കുന്ന സുഹൃത്തുക്കളുണ്ട്. നമുക്കൊരു കാര്യങ്ങൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ശീതൽ മമ്മീനെ പോലത്തെ ആൾക്കാരുണ്ട്. ജാസി ദൈവവിശ്വാസിയാണോ? തീർച്ചയായിട്ടും. ഞാൻ എല്ലാ മതത്തെയും അംഗീകരിക്കുന്ന വ്യക്തിയാണ്. എല്ലാ മതത്തിലും ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ഞാൻ. പള്ളിയിൽ പോവും, പള്ളി സിയാറത്തിന് പോവും. അതേപോലെ എനിക്ക് അമ്പലത്തിൽ പോകാൻ ഇഷ്ടമാണ്. ക്രിസ്ത്യൻ പള്ളിയിൽ ചർച്ചിൽ ഞാൻ പോവാറുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ കൊച്ചിയിലുള്ളപ്പോൾ ഇവിടെ തന്നെ ഞാൻ പോവാറുണ്ട്. എനിക്ക് ഈ പണ്ടത്തെ ഈ അമ്പലങ്ങൾ, വിഗ്രഹങ്ങൾ, ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ക്രിസ്ത്യൻ പള്ളികൾ, ജൂതപ്പള്ളികൾ, ഇത് ഇങ്ങനെ പണ്ടത്തെ നമ്മൾ ഇപ്പോൾ പൊന്നാനിയൊക്കെ പണ്ട് പള്ളി, എത്രയോ വർഷമുള്ള പള്ളിയുണ്ട്. അങ്ങനത്തെ പള്ളികൾ, അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിയാണ് ഞാൻ നന്നായിട്ട് ബുക്സ് വായിക്കുന്ന വ്യക്തിയാണ്. ഹിസ്റ്റോറിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ലാസ്റ്റ് താജ്മഹലൊക്കെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ പ്ലേസുകൾ പോയി കാണാൻ, ഹിസ്റ്റോറിക്കൽ പ്ലേസുകൾ പോയി കാണാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ടെമ്പിൾ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോയിട്ട് കാണുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ജാസി, നമ്മൾ ഇത്രയും സംസാരിച്ചു. ജാസി പെണ്ണാണോ എന്ന് ചോദിച്ചാൽ അല്ല.